ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ആൻറ്റിസെപ്റ്റിക് ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഹെന്ന ചെയ്യുന്നുണ്ട്. ഹെന്ന ആക്ച്വലി വീട്ടിൽ തന്നെ പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയി. അതുകൊണ്ട് അത് ചെയ്തതിന് ശേഷം ഹെന്ന ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ നീലയമരി ഇടും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇരുമ്പ് ചീഞ്ചട്ടിയാണ് ഞാൻ എടുക്കുന്നത്. അതിനകത്തേക്ക് 2 സ്പൂൺ നീലയമരിയാണ് ഇടുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള നീലയമരിയാണ്. നമ്മുടെ മുടിക്ക് എത്രത്തോളം വേണം അത് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് അങ്ങനെ മുടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നീലയമരിയാണ് എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് ചെറു ചൂടുവെള്ളമാണ് നമ്മളിനി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് തലയോട്ടിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ എടുക്കുന്നുണ്ട്, പുരട്ടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ പച്ച തലയിട്ടിരുന്നോളും. മുട്ടത്തലയൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല പച്ചമുട്ട ഇട്ടിരുന്നോളും. അതുപോലെ ആയിട്ടുണ്ട്. നമുക്ക് എല്ലായിടത്തും നല്ല എത്തുന്ന രീതിയിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ഇപ്പോൾ നല്ല മുടിയുള്ള ആൾക്കാരാണെങ്കിൽ മുടി ചീകി വകഞ്ഞെടുത്തിട്ട് തലയോട്ടിലേക്ക് വേണം നീലയമരി പുരട്ടാനായിട്ട്. നമുക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. നമ്മളിതാ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ പുരട്ടിയിട്ടുണ്ട്. ഞാൻ ബാക്ക് വശത്ത് ഞാനായിട്ടല്ല പുരട്ടിയത്, അമ്മ വഴിയാണ് പുരട്ടിയത്. അപ്പം നിങ്ങൾക്കും അങ്ങനെ ആരെങ്കിലുമൊക്കെ പുരട്ടി തരാനുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലും എത്തിപ്പെടാനായിട്ട് അതാണല്ലോ നല്ലത്. അപ്പം ഞാൻ എല്ലായിടത്തും പുരട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. നമ്മളിപ്പോൾ ഹെന്ന പറഞ്ഞില്ലായിരുന്നോ 1 to 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ വരെ വച്ചാൽ നല്ലതാണ്. പക്ഷേ എന്തായാലും മിനിമം 1 മണിക്കൂർ വയ്ക്കണം. അത് തന്നെയാണ് നല്ലത്. നീലാമരി അരമണിക്കൂറെങ്കിലും വയ്ക്കണം. അതിൽ കൂടുതൽ വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. പക്ഷേ ഭയങ്കര നേരമൊന്നും പിടിക്കണ്ട. കാരണം ഇത് ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴുകി കളയാനായിട്ടും പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അരമണിക്കൂർ to 1 മണിക്കൂർ എന്നുള്ള രീതിയിൽ വെച്ചിട്ട് നമുക്കിത് കഴുകി കളയാം. അപ്പോൾ അതാ നമ്മുടെ ഇവിടെയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകിക്കളയാം. ഞാൻ 1 മണിക്കൂർ നേരമാണ് കേട്ടോ വെച്ചത്. ഇതാ നമ്മൾ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല കളർ വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കുകയാണെങ്കിൽ ശരിക്കും നല്ല കറുപ്പ് ഇപ്പം തന്നെ തോന്നുന്നുണ്ട്. ഞാൻ ചെറുതായിട്ട് ഷാമ്പു ഇട്ടാണ് കഴുകി കളഞ്ഞത്. കാരണം കുറച്ചൊന്നും ഉണങ്ങി പിടിച്ചായിരുന്നു. അപ്പം ഇതാ ഇവിടെ നിന്നൊക്കെ പോകാനാണെങ്കിലും നന്നായിട്ടൊന്ന് ഷാമ്പു ഇടേണ്ടി വന്നു. നന്നായിട്ടല്ല, ശരി വളരെ കുറച്ചാണ് ഞാൻ എടുത്തത്. കാരണം ഇച്ചിരി മതിയല്ലോ. അത് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ പതിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നന്നായിട്ട് തന്നെ കഴുകി കളഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് ആക്ച്വലി നമ്മൾ ചെയ്ത ഹെന്നയുടെ എല്ലാ സംഭവങ്ങളും പൂർത്തിയായത്. കാരണം നീലാമരിയും കൂടെ തേച്ചാൽ മാത്രമാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ഹെന്ന കറുപ്പിക്കാനാണെങ്കിലും അല്ലാതെ നമ്മുടെ മുടിയുടെ കരുത്തേക്കാനും വേണ്ടിയിട്ടാണെങ്കിലും ഹെന്നയുടെ എല്ലാം പൂർത്തീകരിക്കുന്നത് ഇന്നത്തെ നീലാമരിയും കൂടെ തേച്ചതിന് ശേഷമാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാം സെറ്റാണ്. ഇത് ആഴ്ചയിലൊരിക്കൽ ചെയ്യാം. ഇപ്പോൾ ആഴ്ചയിലൊരിക്കൽ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ തിങ്കളാഴ്ചയാണ് ഹെന്ന ചെയ്തതെങ്കിൽ അടുത്ത ആഴ്ച നമ്മളത് ചെയ്യുമ്പോൾ ഞായറാഴ്ച ആക്കണം. അതിൻ്റെ അടുത്ത ആഴ്ച അത് ശനിയാഴ്ച ആക്കണം. അങ്ങനെ ഒരു ദിവസം മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഹെന്ന തുടർന്ന് ചെയ്തുകൊണ്ട് പോകാനായിട്ട്. ആഴ്ചയിലൊരിക്കൽ ഹെന്ന ചെയ്തത് വളരെ നല്ലതാണ്. ഒരു 20 വയസ്സിന് താഴെയുള്ളവരാണ്, നരയൊന്നും വരാത്ത അങ്ങനെ ഒരു പ്രായക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് മാസത്തിലൊരിക്കൽ ഹെന്ന ചെയ്താലും മതി. മുടിക്ക് കരുത്തേക്കാനും അതുപോലെ തന്നെ നമ്മുടെ കറുപ്പ് നിറം സംരക്ഷിക്കാനും വേണ്ടിയിട്ട് വളരെ നല്ലൊരു ഇതാണ് ഹെന്ന എന്ന് പറയുന്നത്. നീലാമരിയും കൂടെ തേച്ചാലാണ് കറക്റ്റായിട്ടത് പൂർത്തീകരണം ആകുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.